ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യം. വാളിനെ പേടിപ്പീൻ, ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ള വാക്കുകളാണ്. ഈ വചനത്തിൽ ഇയ്യോബ് ഓർമ്മപ്പെടുത്തി പറയുന്നത് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഒരു ന്യായവിധിയുടെ കാലമുണ്ടെന്നും ഏതു മനുഷ്യനും ഓർത്തു വയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതായ വാക്കുകളാണ്. റോമാലേഖനം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നത് ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോടും മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയ്ക്ക് മറുക്കുന്നു. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും എന്ന വാക്കുകളാണ്. നാം അനുസരിക്കേണ്ടവരെ അനുസരിക്കണമെന്നും അധികാരങ്ങളെല്ലാം ദൈവത്താൽ ഉണ്ടാകുന്നതാണെന്നും അധികാരികൾക്ക് കീഴ്പ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷാവിധി പ്രാപിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ഒരിക്കലും ഒരു ന്യായവിധി ഉണ്ടാകുകയില്ലെന്നും എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ആയിരിക്കുമെന്നും ചിന്തിച്ചതായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൂത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 2-3 വാക്യങ്ങളിലുണ്ട്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവരുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. എന്താണ് വാക്യങ്ങളിൽ പറയുന്നത്? തിന്മ പ്രവർത്തിച്ച് ഒരിക്കലും ഒരു ദോഷം വരില്ലെന്ന് ചിന്തിച്ചവൾക്ക് ദൈവം ന്യായം വിധിച്ചു എന്നോർപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 18-19 വാക്യം പറയുമ്പോഴും ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവത്തോട് പാപം ചെയ്താൽ ഒരു ന്യായവിധി ഉണ്ടാകും. ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള വചനങ്ങളാണ് ഈ വാക്യത്തിൽ ഓർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഭക്തനായ ഇയ്യോബ് പറയുന്നത്, നീതിമാനെ ഉപദ്രവിക്കുന്നവനും ശിക്ഷിക്കപ്പെടും
എന്നുള്ള വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭക്തന്മാരെ അപമാനിച്ച് ന്യായവിധി പ്രാപിക്കുകയോ പ്രമാണം വിട്ട് പാപം ചെയ്ത് ശിക്ഷാവിധി പ്രാപിക്കുകയോ ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ന്യായം വിധിക്കപ്പെടുകയോ ചെയ്യാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഒരു ശിക്ഷാവിധി ഉണ്ടെന്നറിഞ്ഞ് സത്യസന്ധതയോടെ പരമാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ ലോകത്ത് ജീവിപ്പാൻ ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണം. അത്ഭുതം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.